ഇന്നത്തെ നമ്മുടെ റെസിപ്പി കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് വീട്ടിൽ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ സ്നാക്സ് റെസിപ്പിയാണ്. സ്നാക്സ് അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന ഒരു ഏകദേശം കുർക്കുറൊക്കെ പോലെ ഉണ്ടാക്കാൻ പറ്റുന്ന പെർഫെക്റ്റ് ആ റെസിപ്പി അല്ല, എന്നാലും കുഴപ്പമില്ല, വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് നമ്മുടെ ഗിവ് അവേനെ കുറിച്ചൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഇന്നാണ് രണ്ടാമത്തെ ഗിവ് അവേ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഹാഷ്ടാഗിൽ ഫദ്വാസ്കിച്ചൻ എന്ന് കമൻറ്റ് എഴുതിയാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ഈ പറഞ്ഞ പോലെ 4 വിന്നേഴ്സിനെ എടുക്കും, 4 കമൻറ്റ്സ് സെലക്ട് ചെയ്യും, എന്നിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യാം. അപ്പോൾ ആ കാര്യം മറക്കരുത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 കപ്പ് അവിൽ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇടിയപ്പം പത്തിരിക്കൊക്കെ എടുക്കുന്ന ആ പൊടി ഉണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് കടലമാവും കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് വേണ്ടത്. ഈ പൊടികളിലേക്ക് ആവശ്യമായിട്ട് ഏകദേശം ഒരു 3/4 ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇനി ഇതിലേക്കൊരു 2 കപ്പ് സാധാരണ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സാക്കി എടുത്താൽ മതി. 2 കപ്പ് നിറച്ച് വേണ്ടി വരില്ല, ഒരു 1.25 കുറച്ചുകൂടിയൊക്കെ മതിയാവട്ടെ. ജസ്റ്റ് ഒന്ന് മിക്സാക്കി നോക്കുമ്പോൾ കുറച്ചൊരു കട്ടിയുള്ളൊരു മാവ് നമുക്കിത് കുറുക്കിയെടുത്തിട്ട് നല്ല മാവാക്കി എടുക്കാൻ വേണ്ടി. അപ്പോൾ ആ ഒരു രീതിയിലൊന്ന് കലക്കിയെടുത്താൽ മതി. ഒരുപാട് വെള്ളം കൂടി പോകണ്ട, എന്നാൽ തീരെ കുറവും വേണ്ട. ഇതുപോലെ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് ഈ ഒരു രീതിയിൽ മിക്സാക്കി എടുക്കുക. എന്നിട്ട് ഇനിയാണ് നമ്മൾ ഗ്യാസ് കത്തിക്കുന്നത് കേട്ടോ. ഇതുവരെ ഗ്യാസ് കത്തിച്ചിട്ടില്ലായിരുന്നു. ഗ്യാസ് ഇതുപോലെ ആക്കിയിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം കുറുക്കിയെടുക്കാൻ. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇത് ഇളക്കുമ്പോഴേക്കും അങ്ങ് കുറുകി പോയിട്ട് വെന്തിട്ടുള്ള ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഒരു 5 മിനിറ്റ്, ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ ഏകദേശം ഇങ്ങനെ കുറുകിയിട്ട് നല്ല കറക്റ്റ് നമുക്കിങ്ങനെ കുഴച്ചെടുക്കാൻ പാകത്തുള്ള മാവ് പോലെ ആക്കിയെടുക്കണം. കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് കട്ടയായിട്ട് വരാനായിട്ട് തുടങ്ങുന്ന സമയത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അടി പിടിക്കാൻ ചാൻസ് കൂടുതലുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും നല്ല കട്ടിയുള്ളൊരു പാത്രം എടുക്കുകയും വേണം. ചുവട് കട്ടിയുള്ളൊരു പാത്രം എടുത്താൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇതുപോലെ നന്നായിട്ടൊന്ന് മാവ് പോലെ കുഴയ്ക്കാൻ പാകത്തിനാക്കി എടുക്കുക. ഇനി ഗ്യാസ് ഓഫ് ചെയ്യുക. എന്നിട്ട് ഇത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ട് 5 മിനിറ്റ് ഒന്ന് അടച്ചിട്ട് ഒരു സൈഡിൽ വെക്കുക. ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റ് ആയിക്കോട്ടെ. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ബാക്കി കുഴച്ചെടുത്താൽ മതി. ഒരു 5 മിനിറ്റ് കഴിയുമ്പം ചെറിയ ചൂടുണ്ടാവും. ആ ഒരു ചൂടോട് കൂടി തന്നെ നമുക്ക് കുഴച്ചെടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ ഓയിലൂടെ ആക്കി കൊടുത്തിട്ട് കുഴച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. എന്നിട്ട് കുഴയ്ക്കുന്ന സമയത്ത് ഒരിത്തിരി ഒട്ടുന്ന പോലെ തോന്നുകയാണെങ്കിൽ ഒരു 1-2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. മാവ് കുഴച്ചെടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഇനി ഒന്നുമില്ല, റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. കയ്യിലൊരു ഇത്തിരി എണ്ണ തടവി കൊടുത്തിട്ട്, ഒരുപാടൊന്നും വേണ്ട, വളരെ കുറച്ച് എണ്ണ എടുത്ത് തടവിയിട്ട് ചെറിയ ബോൾസ് എടുത്തിട്ട് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കുക. ഒരുപാട് വലുതാക്കാത്തതായിരിക്കും നല്ലത്. കൂടുതൽ കട്ടിയായി കഴിഞ്ഞാൽ ഫ്രൈ ആയി കിട്ടാൻ കുറേ സമയം എടുക്കും. അപ്പോൾ ഇതുപോലത്തെ ചെറിയ ഷേപ്പിൽ ഇഷ്ടമുള്ള പോലെ ആക്കിയെടുക്കാം. ആദ്യത്തെ ഒരു ബാച്ച് ഇതുപോലെ റെഡിയാക്കിയിട്ട് അത് ഫ്രൈ ചെയ്ത് ആയി വരുന്ന സമയം കൊണ്ട് ബാക്കിയുള്ളത് റെഡിയാക്കുക. അപ്പോൾ ഫസ്റ്റ് ഫ്രൈ ചെയ്യാനുള്ളത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ചൂടായിട്ടുള്ള എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഓയിലിന് എപ്പോഴും നല്ല ചൂടുണ്ടായിരിക്കണം കേട്ടോ. നല്ല ചൂട് കുറഞ്ഞ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ ഒരുപാട് ഓയിൽ കുടിക്കുന്ന പ്രശ്നം വരും. അപ്പോൾ നമ്മൾ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നതും. എണ്ണയിലേക്ക് ഇട്ട ഉടനെ തന്നെ ഇളക്കണ്ട കേട്ടോ. ആ ഒരു പതയൊക്കെ അങ്ങ് പോകുന്നവരെ ഒന്നങ്ങ് സെറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് നന്നായിട്ട് കുറച്ചങ്ങ് ഫ്രൈ ആയി വരുന്ന സമയത്ത് മൊത്തത്തിലൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. എന്നിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ട് കുറച്ച് സമയം വേണ്ടി വരും, കാരണം നല്ലോണം ഒന്ന് ഫ്രൈ ആയി ക്രിസ്പി ആയിട്ട് വരണ്ട. അപ്പോൾ നോക്കിയിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലോണം ഫ്രൈ ആയി വരുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇത് എണ്ണയിൽ നിന്ന് എടുത്തിട്ട് നമ്മളൊരു ടിഷ്യൂ പേപ്പറിലേക്കായിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. കൂടുതൽ ഓയിൽ ഉണ്ടെങ്കിൽ അങ്ങ് പോയിക്കോട്ടെ. അപ്പോൾ അതുപോലെ തന്നെ 2 ബാച്ച് നമ്മളിപ്പോൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ടും കൂടെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ചൊരു മസാലപ്പൊടിക്ക് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. എരിവ് നോക്കിയിട്ട് മതി.
അതുപോലെ തന്നെ കുറച്ച് ചാറ്റ് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുണ്ടെങ്കിലാണ് കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഒരു 2 നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് കൂടുതൽ വേണ്ട, കാരണം ചാറ്റ് മസാലയിൽ ഉപ്പ് ഉണ്ടാവും. പിന്നെ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ പഞ്ചസാര പൊടിച്ചത് കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. മധുരം നിർബന്ധമില്ല, ടേസ്റ്റ് ചെറിയൊരു ഒരുപാട് വേണ്ട കേട്ടോ. മധുരം കൂടി കഴിഞ്ഞാൽ എന്തായാലും ടേസ്റ്റില്ല. അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ട് എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഈ സ്നാക്സിൻ്റെ മേലേക്ക് ഇത് മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ഒരു മുളക് പൊടി ഉപ്പും കാര്യങ്ങളൊക്കെ എല്ലാത്തിലും മിക്സായി വന്നിട്ട് നല്ലൊരു ടേസ്റ്റായിട്ട് ഇതുപോലെ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. ചെറിയൊരു ഉപ്പും എരിവും പുളിയൊക്കെ കൂടെ കൂട്ടിയിട്ട് സിമ്പിളായിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു സിമ്പിളായിട്ടാണ്. പിന്നെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഒരു കുർക്കുറയുടെ കറക്റ്റ് ടേസ്റ്റ് ഒന്നല്ല കേട്ടോ. വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നൊരു ചെറിയ സ്നാക്സ് അത്രയേ ഉള്ളൂ, കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് വീട്ടിൽ ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുതേ. പിന്നെ എന്തായാലും നല്ലൊരു റെസിപ്പിയായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്